അഡ്വാൻസ്ഡ് ഐ ടിയിലെ 9ാമത്തെ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് കൂട്ടി വെച്ചിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണിത്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് പഠിച്ച് സെറ്റാക്കിയാലോ പ്രാക്ടിക്കലി നമുക്ക് സുഖമായിട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ച് റെഡിയാക്കി വെക്കാം. വീഡിയോയിലേക്ക് നമ്മളിവിടെ ഈ 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഈ ഡാറ്റാബേസിൽ എങ്ങനെയാണ് ടേബിളുകൾ ആഡ് ചെയ്യുന്നത്, ആ ടേബിളിൽ കൃത്യമായിട്ട് എങ്ങനെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം, അതേപോലെ ആവശ്യമായുള്ള ഡാറ്റാസ് എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ എല്ലാം റെഡി ആയിരിക്കും, പ്രാക്ടിക്കലി സെറ്റ് ആയിരിക്കും. ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്, ഒരു ടി വി സ്ക്രീനാണ്. നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് മാച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ്, കുറച്ച് ഡാറ്റാസ് കാണിക്കുന്ന ഒരു ടി വി സ്ക്രീനാണ്. ഇതിൽ കൃത്യമായിട്ട് കൺട്രീൻ്റെ നെയിം, അതേപോലെ പ്ലേയേഴ്സിൻ്റെ നെയിമൊക്കെ ഇതേപോലെ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചതായിട്ട് കാണാം. എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള പേരുകളും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? കാരണം ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഒക്കെ തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കും. സത്യത്തിൽ ഇത്തരത്തിൽ കൃത്യമായുള്ള ഡാറ്റാസ് കാണാൻ ഈ ഡാറ്റാസ് ഒക്കെ തന്നെ അത്രയധികം ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റകളൊക്കെ തന്നെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഇത്തരത്തിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ റിസൾട്ട് 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ ഇതേപോലെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാബേസിൽ നിന്നായിരിക്കും കൃത്യമായിട്ട് നമുക്ക് ഈ ഡാറ്റാസ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡാറ്റാബേസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്പര ബന്ധമുള്ള ഡാറ്റകളെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ അഥവാ അടുക്കും ചിട്ടയോടുകൂടി ശേഖരിച്ച് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പട്ടികകളിലായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡാറ്റാസ് അഥവാ ടേബിളുകളിലായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ക്ലിയർ? എന്തായാലും നമ്മൾ ഇതുപോലെ ഒരു അടിപൊളി ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ പറഞ്ഞു ഡാറ്റാബേസിൽ ടേബിളുകളിലായിട്ടായിരിക്കും ഡാറ്റാസ് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ 3 ടേബിളുകളിലായിട്ടാണ് നമ്മളിവിടെ ഈ ഡാറ്റാസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് 3 ടേബിൾ, ഇതെല്ലാം കൂടി ഒറ്റൊരു ടേബിൾ ആക്കിയാൽ പോരെ? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നല്ലൊരു സംശയമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ഡാറ്റാസും ഇവിടെ കൊടുത്തുള്ള മുഴുവൻ ഡാറ്റാസും ഒരൊറ്റ ടേബിളിലാക്കി കഴിഞ്ഞാൽ അതിലുള്ള പല ഡാറ്റകളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കണം. അതേപോലെ തന്നെ കൺട്രിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഒരു ടേബിളിലും, പ്ലെയറുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ ഒരു ടേബിളിലും, മാച്ചസുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ വേറൊരു ടേബിളിലും, ഇങ്ങനെ വേറെ രീതിയിൽ നമുക്ക് തിരിച്ചു വെക്കാനും കൂടി പറ്റണ്ടെങ്കിൽ ഈ രീതിയിൽ വേറെ ടേബിളാക്കി തിരിക്കുന്നതായി നല്ലത്. ഈ ഡാറ്റാബേസിൽ ടേബിളും ആ ടേബിളിലേക്ക് ഡാറ്റാസ് ഒക്കെ ഇടാൻ പറ്റണ്ടെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വേണ്ടേ? അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DBMS എന്ന് വിളിക്കുന്നത്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റാബേസിലേക്ക് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാനും ആ ടേബിളിലെ ഡാറ്റ ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റിട്രീവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അത്തരത്തിൽ നമ്മളിവിടെ നമ്മുടെ ഡാറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു DBMS ആണ് SQLite എന്ന് പറയുന്നത്. SQLite എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു DBMS ആണ്. ഈ DBMS ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് SQ എന്നടിക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് കാണാം DB ബ്രൗസർ, അത്രേ കാണാൻ പറ്റൂ. പക്ഷെ അതിന് മുഴുവനായിട്ടുള്ള പേര് DB ബ്രൗസർ ഫോർ SQLite എന്നാണ്. അതായത് SQLite എന്ന് പറയുന്ന DBMS സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചെറിയൊരു ടൂളാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് DB ബ്രൗസർ ഫോർ SQLite എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് DB ബ്രൗസർ ഫോർ SQLite നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ന്യൂ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലേക്കാണ്. ന്യൂ ഡാറ്റാബേസ്, പേര് പോലെ തന്നെ പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഡാറ്റാബേസിൻ്റെ ആ ഒരു ഫയൽ എവിടെയാണ് നമ്മളോട് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ സേവ് ചെയ്യണം? ഞാൻ തൽക്കാലം ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം ഇപ്പം ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ക്രിക്കറ്റ് എന്ന പേര് കൊടുക്കുന്നു.
ഓക്കെ, ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. കൃത്യമായിട്ടുള്ള ഒരു പേര് കൊടുത്ത ശേഷം ഇവിടെയായിട്ട് സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റാസ് ആഡ് ചെയ്യുന്നത് ടേബിളുകളായിട്ടാണ്. ക്ലിയർ? ഡാറ്റാബേസിൽ ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടേബിളുകളായിട്ടാണ്. സോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ഇതിൽ ആദ്യത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ടേബിൾ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടേബിളിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് കൺട്രി ടേബിൾ. ഓക്കെ, ഇവിടെ ആദ്യം കാണുന്ന കൺട്രി ടേബിൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൺട്രി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ടേബിളിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ കൺട്രി എന്ന് കൊടുത്തു. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ കൺട്രി എന്ന് കൊടുക്കുക. ഇനി എന്ത് വേണം? ഇവിടെ നമ്മളൊരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ ഈ ടേബിളിൽ ഓരോ കോളങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഫീൽഡുകൾ എന്നാണ്. ഓരോ കോളങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഫീൽഡുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫീൽഡ് ആഡ് ചെയ്തൂടെ? ഫസ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യാൻ വേണ്ടി ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് ആഡ് കാണാലോ, ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫീൽഡിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് കൺട്രി ഐ ഡി ആണ്. ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് കൺട്രി ഐ ഡി ആണ്. അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കൺട്രി ഐ ഡി. ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, കൺട്രി ഐ ഡി. ഇനി ഇവിടെ കാണാലോ ടൈപ്പ്. എന്താണ് ടൈപ്പ്? ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ടേബിളില്ലേ, ഈ ടേബിളിൽ കൺട്രി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡില്ലേ, ഈ ഫീൽഡിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഡാറ്റാസ് ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് ഈ ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ്, സി എന്ന് പറയുമ്പോൾ അതൊരു ടെക്സ്റ്റ് അല്ലേ, ഒരു ലെറ്റർ അല്ലേ, അതേപോലെ പിന്നെ നമ്പേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. ഇത്തരത്തിലുള്ള ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് എന്നത് കൊടുക്കാം. സോ ഞാനിതാ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിൽ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ, നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻറ്റിജർ കൊടുക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആണ് ആ ഒരു ഫീൽഡിൽ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ലെറ്റേഴ്സും വരുന്നുണ്ട് നമ്പേഴ്സും ഒക്കെ വരുന്നത് കൊണ്ട് ടെക്സ്റ്റ് കൊടുത്താൽ മതി. അത് കൊടുത്ത ശേഷം ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് PK എന്ന് കാണാം. ഈ PKൻ്റെ നേരെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഇവിടെ ടിക്ക് കൊടുക്കുക. അപ്പോൾ എന്താണ് PK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നമ്മളിവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ഈ ടേബിളിൽ ഇതിൽ ഓരോ റോകളെയും നമുക്ക് വേറെ വേറെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ ഓരോ റോകളെയും നമുക്ക് വേറെ വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ID എന്ന് പറയുന്ന ഒരു ഫീൽഡ് യൂസ് ചെയ്യും. കാരണം ഈ ID എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഓരോന്നിലും ഓരോ വാല്യൂസ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും, വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതുകൊണ്ട് തന്നെ 1 എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, 2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റോ ആയിരിക്കും കിട്ടുന്നത്. അപ്പം എന്താ, ഈ ഒരു ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലെ ഏത് റോനെ വേണമെങ്കിലും കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യുണീക്ക് വാല്യൂസ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ഫീൽഡിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ID ആണ് പ്രൈമറി കീ. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ടേബിളിൻ്റെ അകത്ത് അതേപോലെ ഒരു ഫീൽഡാണ് കൺട്രി ID. കൺട്രി ID ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലുള്ള ഓരോ റോകളെയും നമുക്ക് വേറെ വേറെ തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ PK എന്നത് ടിക്കിട്ടു. PK എന്നത് ടിക്കിട്ടാൽ ആ ഒരു ഫീൽഡിനെ നമ്മൾ പ്രൈമറി കീ ആക്കി മാറ്റി. PK മീൻസ് പ്രൈമറി കീ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാം. ഇത്രയേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് അവിടെ അടുത്ത ഫീൽഡിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അടുത്ത ഫീൽഡിൻ്റെ പേരെന്താ? നമുക്ക് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരാം. കൺട്രി നെയിമാണ് അടുത്ത ഫീൽഡിൻ്റെ പേര്. സോ കൺട്രി നെയിം എന്ന് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺട്രി നെയിം എന്ന് ടൈപ്പ് ചെയ്തു. ഈ കൺട്രി നെയിം എന്ന് പറയുന്ന ഫീൽഡിൽ വരാൻ വേണ്ടി പോകുന്ന ഡാറ്റ എന്നാ മുഴുവൻ രാജ്യങ്ങളുടെ പേരാണ്. അപ്പോൾ നമ്പേഴ്സ് ഒന്നുമല്ല, ജസ്റ്റ് ടെക്സ്റ്റുകളാണ്, ജസ്റ്റ് ലെറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ത് കൊടുക്കാം? ടെക്സ്റ്റ് എന്ന് കൊടുത്തൂടെ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈ ഒരു ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആക്കി കൊടുക്കുന്നു. ഡാറ്റ ടൈപ്പ്
ടെക്സ്റ്റ് ആക്കി കൊടുക്കുന്നു. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയി. ആ ടേബിളിൽ രണ്ട് ഫീൽഡേ ഉള്ളൂ. 2 ഫീൽഡും നമ്മൾ കൃത്യമായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടേബിൾസ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺട്രി എന്ന ടേബിൾ കാണാം. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി നമുക്ക് ഈ കൺട്രി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഡാറ്റാസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ പോകുന്നത് ബ്രൗസ് ഡാറ്റ എന്ന ടാബിലേക്കാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം, ചിലപ്പോൾ തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്രൗസ് ഡാറ്റ എന്ന ഈ ഒരു ടാബിലേക്ക് പോയാൽ നമുക്ക് ഡാറ്റാസ് ആ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്രൗസ് ഡാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ എന്ന് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓൾറെഡി ഒരൊറ്റ ടേബിളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കൺട്രി എന്ന ടേബിൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇനി നമ്മൾ വഴിയെ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ടേബിളും ഇവിടെ വരും. ക്ലിയർ? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിളിൽ ഏതൊക്കെ ഫീൽഡുകൾ ഉണ്ട് എന്നിവിടെ കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡാറ്റാ ബേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ ഒരു ടേബിളിൽ ഇതിനെ എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? റോ എന്നല്ലേ. ഇതിനെ എന്താ വിളിക്കുക? റോ എന്നല്ലേ. എന്നാൽ ഡാറ്റാ ബേസിൽ ടേബിളുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റകളുള്ള റോകളെ നമ്മൾ വിളിക്കുന്നത് റെക്കോർഡുകൾ എന്നാണ്. റെക്കോർഡ്സ്. ഇതൊരു റെക്കോർഡാണ്, ഇതൊരു റെക്കോർഡാണ്, ഇതൊരു റെക്കോർഡാണ്, ഇതൊരു റെക്കോർഡാണ്. സോ കോളങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഫീൽഡുകളെന്നും റോകളെ നമ്മൾ വിളിക്കുന്നത്, ഇത്തരത്തിലെ ഡാറ്റകളുള്ള ഈ റോകളെ നമ്മൾ വിളിക്കുന്നത് റെക്കോർഡുകൾ എന്നുമാണ്. ആ ഒരു കാര്യം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഫസ്റ്റ് റെക്കോർഡ് ആഡ് ചെയ്തൂടെ? ഫസ്റ്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ റെക്കോർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒരു ഐക്കൺ കാണാം. ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറന്റ് ടേബിൾ. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് സൂക്ഷിച്ച് നോക്കണം. കാരണം ഇതെന്തിനാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ചിത്രം തന്നിട്ട് സോ ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ കറന്റ് ടേബിൾ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയതായിട്ടൊരു റെക്കോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്ല കേട്ടോ, ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് പോകരുത്. ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിലിവിടെ നെള്ളാണ് ഇപ്പം കാണുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട വാല്യൂ കൊടുക്കുക. C100. കൃത്യമായിട്ട് ഡാറ്റ കൊടുത്തു. ഇനി അതിന് നേരെ എന്ത് വേണം? പാകിസ്ഥാൻ എന്ന് കൊടുക്കണം. പാകിസ്ഥാൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇത്രയല്ലേ നമുക്ക് അവിടെ കൊടുക്കാനുള്ളൂ? പാകിസ്ഥാൻ. അത് അതേപോലെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ വീണ്ടും എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഒരു ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് ഇൻ കറന്റ് ടേബിൾ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത റെക്കോർഡ് വരും. അതിൽ അടുത്ത വാല്യൂ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഈ ഒരു റോ ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് ദ കറന്റ് റെക്കോർഡ്. ഈ ഡിലീറ്റ് ദ കറന്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്താൽ ആ റെക്കോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതും കൂടി കാണിച്ചു തന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇത്തരത്തിൽ റെക്കോർഡുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു ഡാറ്റാബേസ് ഫയലിലേക്ക് കറക്റ്റായിട്ട് സേവ് ചെയ്യാൻ റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്താലാണ് ആ ഡാറ്റാബേസ് ഫയലിലേക്ക് ഇത് കൃത്യമായിട്ട് നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ സേവ് ആവുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ ഡാറ്റാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ മുഴുവൻ ഡാറ്റാസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ട് സമയം കളയുന്നില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് അതൊക്കെ ആഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. എന്നാൽ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ടേബിളിലാണ് നമ്മൾ ഡാറ്റാസ് ഇതേപോലെ ആഡ് ചെയ്യുന്നത്. എന്നാൽ വേറെയും ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതൊന്ന് കാണിച്ചു തരാം. വീണ്ടും ഡാറ്റാബേസ് സ്ട്രക്ചറിലേക്ക് വരിക. ഡാറ്റാബേസ് സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉള്ളത് ഡാറ്റാബേസ് സ്ട്രക്ചർ എന്ന ടേബിളാണ്. ഇതിൽ ക്രിയേറ്റ് ടേബിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ടേബിളിന്റെ പേര് കൊടുക്കുക. അടുത്ത ടേബിളിന്റെ പേര് പ്ലെയർ ടേബിൾ എന്നാണ്. ഈ ഒരു ടേബിളിന്റെ പേര് കൊടുക്കാം. പ്ലെയർ എന്ന പേര് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഫീൽഡുകൾ ആഡ് ചെയ്യണം. ഫീൽഡുകൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളങ്ങളെയാണ് നമ്മൾ ഫീൽഡുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഫീൽഡ് ഞാൻ ആഡ് ചെയ്യുന്നു പ്ലെയർ ID. അതിനൊരു ഡാറ്റ ടൈപ്പ് വേണമല്ലോ. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഫീൽഡിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റ് ആണ്. കാരണം അതിൽ ലെറ്റേഴ്സും വരുന്നുണ്ട്, അതേപോലെ നമ്പേഴ്സും വരുന്നുണ്ട്. സോ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ടെക്സ്റ്റ് എന്നത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ഓരോ റെക്കോർഡിനെയും പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്ലേയേഴ്സ് ID എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡല്ലേ. അതിൽ യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റെക്കോർഡിനെയും ഈ ഒരു ഫീൽഡ് ഉപയോഗിച്ച് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. സോ പ്ലെയർ ID എന്ന് പറയുന്ന ഫീൽഡ് ഇവിടെ പ്രൈമറി കീ ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. PK ഒരു ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞു. ക്ലിയർ? ഓക്കെ.
ഇനി ഞാൻ വീണ്ടും പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നു, ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് പുതിയ ഫീൽഡ് ആഡ് ചെയ്യാം. ഇതേപോലെ എന്ത് ചെയ്യുക, എല്ലാ ഫീൽഡും ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ പ്ലെയർ നെയിം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ടോട്ടൽ റൺസ് നോക്കി, ടോട്ടൽ റൺസിലെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കാം, ഇൻഡിജർ കൊടുക്കാം. കൺട്രി ഐ ഡി എന്ന് പറയുമ്പോൾ അതിൽ ലെറ്റേഴ്സും വരുന്നുണ്ട്, അതേപോലെ നമ്പേഴ്സും വരുന്നുണ്ട്. സോ ഇത് ടെക്സ്റ്റ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഈ ഇയറിലേക്ക് എത്തുമ്പം ഇയറിൻ്റെ അകത്ത് നമ്പേഴ്സ് ആണ് വരുന്നത്. സോ നമുക്ക് ഇൻഡിജർ എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കാം. വിന്നറിലേക്ക് എത്തുമ്പോൾ ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ബെസ്റ്റ് പ്ലെയർ എന്ന ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കാം, ടെക്സ്റ്റ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കാം. സോ 3 ടേബിൾ ഇതേപോലെ കൃത്യമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിലാവശ്യമായുള്ള ഡാറ്റാസ് ഒക്കെ നേരത്തെ കാണിച്ചതുപോലെ കൃത്യമായിട്ട് റെക്കോർഡുകൾ ആഡ് ചെയ്തുകൊണ്ട് ഡാറ്റാസ് കറക്റ്റായിട്ട് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്കിനി പഠിക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിലവിലുള്ള എല്ലാ ഡാറ്റാസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനുള്ളത് ബ്രൗസ് ഡാറ്റ എന്ന് പറയുന്ന ടാബിലാണ്. അതിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടേബിൾ കാണാൻ പറ്റും. കൺട്രി ടേബിളിൽ ആവശ്യമായുള്ള ഡാറ്റാസൊക്കെ ഞാൻ ആഡ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത മാച്ചസ് എന്ന ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിലും ആവശ്യമുള്ള ഡാറ്റാസൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയർ എന്ന പേര് കൊടുത്തു. എന്നിട്ട് പ്ലെയർ എന്ന ടേബിളിൽ ആവശ്യമുള്ള ഡാറ്റാസും എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാറ്റാസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആവശ്യമായുള്ള ടേബിളുകൾ എങ്ങനെ അതിലേക്ക് ആഡ് ചെയ്യാം, ആ ടേബിളുകളിലേക്ക് ആവശ്യമായുള്ള ഡാറ്റാസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അവസാനത്തെ ഭാഗം അതും കൂടി പഠിച്ചാൽ നമുക്ക് സെറ്റാണ്. ആവശ്യമായുള്ള ഡാറ്റാസ് എങ്ങനെ ഇതിൽ നിന്ന് റിട്രീവ് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതാണ് നമുക്ക് ആക്ച്വലി കുറച്ച് വിഷമം തോന്നിക്കുന്നതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വിഷമം ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നിന്ന് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി എത്ര റൺസ് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൽ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, കൺട്രി ഉണ്ട്, മാച്ചസ് ഉണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്നത് ഒരു പ്ലെയർ ആണ്. സോ പ്ലെയർ എന്ന ടേബിൾ എടുക്കുന്നു. പ്ലെയർ എന്ന ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ റൺസ് എത്രയാണ് എന്നുള്ളത് സുഖമായിട്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഇതൊരു കുഞ്ഞ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞ് ടേബിൾ ആയതുകൊണ്ടാണ്, ആകെ 9 റോകൾ മാത്രമേ 9 റെക്കോർഡുകളുള്ള ഒരു ടേബിൾ ആയതുകൊണ്ടാണ് വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആയിരക്കണക്കിന് റോകളുള്ള ആയിരക്കണക്കിന് ഡാറ്റാസ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിൽ ഇത് അത്ര എളുപ്പമാണോ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതേ സാധനം തന്നെ നമുക്ക് ആൻസർ ഓൾറെഡി ഇതിൽ നിന്ന് ഇത് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടി സച്ചിൻ തെണ്ടുൽക്കർ 673 എന്നുള്ളത്. എന്നാൽ ഒരു വലിയ ടേബിൾ ഒരു വലിയ ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ള ഡാറ്റാസ് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നേരെ എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് വരിക. എക്സിക്യൂട്ട് SQL. ഇനി ഞാൻ പറയുന്ന കാര്യം അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടാവും, വെയിറ്റ് പറഞ്ഞുതരാം. ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഉണ്ട്, എക്സിക്യൂട്ട് ഓൾ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞിട്ട് 673 എന്ന് കാണിച്ചു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ടോട്ടൽ റൺസ് 673 ഈ ഒരു ലൈൻ ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോഴും നമുക്ക് അതേ ആൻസറാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് SQL ക്വറി എന്ന് പറയുന്നത്. SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBMSൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള SQL എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായുള്ള ഡാറ്റാസിനെ ഇതേപോലെ റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഈ ഒരു ലൈന് കൊടുത്തപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. സെലക്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. സെലക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായുള്ള ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നത്. അത് അതേപോലെ കൊടുക്കണം. അതിനുശേഷം ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് ഫീൽഡാണ്. ഏത് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അതിനുശേഷം ഫ്രം എന്ന് കൊടുത്തു. ഫ്രം എന്ന് പറയുന്നത് ഒരു കീവേഡാണ്, അത് അതേപോലെ കൊടുക്കണം. ഫ്രമിന് ശേഷം കൊടുക്കുന്നത് ടേബിളിൻ്റെ പേരാണ്. അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഫ്രം പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ എന്ന ടേബിളിൽ നിന്നും, സോ പ്ലെയർ എന്ന ഈ ഒരു ടേബിളിൽ നിന്നും സെലക്ട് ടോട്ടൽ റൺസ്. ടോട്ടൽ റൺസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യണം. ടോട്ടൽ റൺസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഈ ഒരു ഫീൽഡിൽ വേറെ കൊടുത്തു. വേറെ ഒരു കീവേഡാണ്, അത് അതേപോലെ കൊടുക്കാം. വേറെതിന് ശേഷം നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമായുള്ള ഡാറ്റാസ് ഫിൽട്ടർ ചെയ്ത് എടുക്കാം. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലെയർ നെയിം ഈക്വൽ ടു, പ്ലെയർ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ്. ഈ ഒരു ഫീൽഡിൽ ഈക്വൽ ടു സച്ചിൻ തെണ്ടുൽക്കർ. പ്ലെയർ നെയിം സച്ചിൻ തെണ്ടുൽക്കർ ആയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് പ്ലെയർ നെയിം സച്ചിൻ തെണ്ടുൽക്കർ, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റൺസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇതേപോലെ ഇനിയും കുറച്ച് SQL സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ കാര്യവും സെറ്റാവും. ഇനി ഞാൻ വേറെയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വേർ ടോട്ടൽ റൺസ് ഈക്വൽ ടു 765. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് വന്നത്? നമ്മളിപ്പം കൊടുത്തിട്ടുള്ള ആ ഒരു ക്വറി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് കൊടുത്തിട്ടുണ്ട്, പ്ലെയർ നെയിം കൊടുത്തിട്ടുണ്ട്, ഫ്രം ടേബിൾ നെയിം പ്ലെയർ. നമുക്ക് എടുക്കേണ്ട ടേബിൾ നെയിം എന്താണോ അതാണ് നമ്മളിവിടെ ഫ്രമിന് ശേഷം കൊടുത്തത്. അപ്പോൾ പ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫ്രം പ്ലെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെലക്ട് പ്ലെയർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലെയർ നെയിം എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡാണ് നമുക്കിവിടെ വേണ്ടത്. ആ ഒരു ഫീൽഡിലുള്ള ഡാറ്റയാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ എന്ന് പറയുന്ന ടേബിൾ. അത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അങ്ങോളമുള്ള SQL ക്വറികളിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് തന്നെയാണ്. ക്ലിയർ? ഇനി വേറെ കൊടുത്തിട്ടുണ്ട്. വേറെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് ഡാറ്റാസ് കിട്ടാൻ വേണ്ടി പോകുന്നത്. കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ടോട്ടൽ റൺസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൻ്റെ പേരാണ്. ഇത് അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ടോട്ടൽ റൺസ് ഈക്വൽ ടു 765. അപ്പോൾ ടോട്ടൽ റൺസ് 765 ആയിട്ടുള്ള വ്യക്തി ആര്? 765 ആയിട്ടുള്ള പ്ലെയറിൻ്റെ നെയിം നമുക്ക് കിട്ടും. ഞാനിപ്പോൾ വേറെ ഒരു SQL ക്വറി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ടേബിൾ കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളായിട്ട് കുറേ SQL സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ യൂസ് നിങ്ങളോട് ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത്. അല്ലാതെ വെറുതെ കുറച്ച് SQL സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് തരുന്നതല്ല. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്ത് നോക്കണം. ഇതുമായി ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്, തിയറിയിലായാലും പ്രാക്ടിക്കലിലായാലും. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി, എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ എക്സിക്യൂട്ട് ഓൾ കൊടുക്കുന്നു. അപ്പോൾ എന്താ കിട്ടിയേ? പ്ലെയർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു 5 ആൾക്കാരുടെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രീതിയിലുള്ള പേര് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ എന്നാണ്. ഓൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ എന്ന് പറയുമ്പോൾ പ്ലെയർ എന്ന് പറയും ഫ്രമിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് ടേബിൾ നെയിമാണ്. സോ പ്ലെയർ എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് നിന്ന് സെലക്ട് പ്ലെയർ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ് നമുക്ക് വേണ്ടത്. സെലക്ട് പ്ലെയർ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ് നമുക്ക് വേണ്ടത്. വേറെന് ശേഷം നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റൺസ് ഗ്രേറ്റർ ദാൻ 300. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ 300-നേക്കാൾ മുകളിൽ ടോട്ടൽ റൺസ് കിട്ടിയ ആൾക്കാരുടെ പേരുകൾ, പ്ലെയേഴ്സ് നെയിം കിട്ടണം. അപ്പോൾ 300-നേക്കാൾ മുകളിൽ ടോട്ടൽ റൺസിൽ 300-നേക്കാൾ മുകളിലുള്ളത് നോക്കുക. 300-നേക്കാൾ മുകളിലുള്ളത് ഇതാ, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ ഇത്രയും ആൾക്കാരുടെ, ഈ 300-നേക്കാൾ മുകളിൽ ടോട്ടൽ റൺസ് കിട്ടുന്ന ആൾക്കാരുടെ പേര്, അത്രയും പേരുകൾ 1, 2, 3, 4, 5, അങ്ങനെയാണ് ഈ 5 ആൾക്കാരുടെ പേര് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഈ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറെ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ളതുപോലെ കാണാം, ബട്ട് സിമ്പിളാണ്. ഇതിനെ ഞാൻ റൺ ചെയ്യുന്നതാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ഓൾ കൊടുക്കുക. എക്സിക്യൂട്ട് ഓൾ കൊടുത്തപ്പോൾ എന്താ ഔട്ട്പുട്ട് വന്നത്? പ്ലെയർ നെയിം എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ, ഇത്രയും പറഞ്ഞു തരേണ്ടാലും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രമിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണ്ട ടേബിളിൻ്റെ പേരാണ്. സോ ആ ഒരു ടേബിൾ നമ്മളിവിടെ ചൂസ് ചെയ്തു. സെലക്ട് പ്ലെയർ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ഇനി കണ്ടീഷൻ എന്താ? വേറെ കഴിഞ്ഞിട്ട് ടോട്ടൽ റൺസ്, നമുക്കിവിടെ ടോട്ടൽ റൺസ് ബിറ്റ്വീൻ 200 and 400. ബിറ്റ്വീൻ എന്ന് കൊടുത്തിട്ട് 200 and 400 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ റൺസിൻ്റെ അകത്ത് 200 ഉള്ളതും 400 ഉള്ളതും അതിൻ്റെ ഇടയിലുള്ളതും, 200 വരാം 400 വരാം, അതിൻ്റെ ഇടയിലുള്ളതുമായിട്ടുള്ള ടോട്ടൽ റൺസ് കിട്ടിയ ആൾക്കാർ, ടോട്ടൽ റൺസ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ബിറ്റ്വീൻ 200 and 400 അങ്ങനെയാണ് 3 ആൾക്കാരുടെ പേര് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സെലക്ട് പ്ലെയർ ID, പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വേർ കൺട്രി ID ഈക്വൽ ടു C103. എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ 2 ഫീൽഡ് കിട്ടി, പ്ലെയർ ID, പ്ലെയർ നെയിം, അതേപോലെ 2 ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞുതരാം, ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഇത്രമാത്രം. സെലക്ട് പ്ലെയർ ID, പ്ലെയർ നെയിം ഫ്രം പ്ലെയർ മീൻസ് ഫ്രം പ്ലെയർ കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടേബിളാണ് ഇവിടെ ചൂസ് ആവുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, പ്ലെയർ ഐഡിയും പ്ലെയർ നെയിമും കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒറ്റൊരു ഫീൽഡ് ചൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 2 ഫീൽഡ് വേണം എടുക്കാൻ. പ്ലെയർ ID നമുക്ക് കാണാൻ പറ്റണം, പ്ലെയർ നെയിമും കാണാൻ പറ്റണം. അതുകൊണ്ടാണ് സെലക്ട് പ്ലെയർ ID, പ്ലെയർ നെയിം എന്ന് കൊടുത്തത്. അപ്പോൾ പ്ലെയർ ID നമുക്ക് കിട്ടും, പ്ലെയർ നെയിമും നമുക്ക് കിട്ടും. ഇനി ടോട്ടൽ റൺസ് വേണ്ടിക്കൽ കോമയിട്ടിട്ട് ടോട്ടൽ റൺസ് എന്നും കൊടുക്കാം. നമുക്ക് എത്ര ഫീൽഡ് വേണോ അത്രയും ഫീൽഡുകൾ ഇങ്ങനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ 2 ഫീൽഡ് വേണം, അതുകൊണ്ട് 2 ഫീൽഡ് കൊടുത്തു.
അതിനുശേഷം വേറെ കൊടുത്തു. വേറെതിന് ശേഷം നമ്മളൊരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കൺട്രി ഐ ഡി. കൺട്രി ഐ ഡി എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡാണ്. കൺട്രി ഐ ഡിൻ്റെ അകത്ത് C103 ഈക്വൽ ടു C103. C103 ഉള്ളത് നോക്കുക, C103 ഇവിടെയും ഉണ്ട്, അതേപോലെ C103 ഇവിടെയും ഉണ്ട്. ആ രണ്ട് ഡാറ്റാസ് നമുക്ക് കിട്ടും. ക്ലിയർ? C103 ഉള്ള ഇദ്ദേഹത്തിൻ്റെ പേരും കിട്ടും, അതേപോലെ പ്ലെയർ ഐ ഡിയും കിട്ടും. അതേപോലെ C103 ഉള്ള ഇദ്ദേഹത്തിൻ്റെ പേര് കിട്ടും, പ്ലെയർ ഐ ഡി കിട്ടും. കാരണം പ്ലെയർ ഐ ഡിയും പ്ലെയർ നെയിമും ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു ക്വാഡ്സ് കൊടുത്തത് കണ്ടോ? ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റാസ് ആണെങ്കിൽ ഇത്തരത്തിൽ ക്വാഡ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റാസ് ആണ് ഇവിടെ കൊടുത്തതെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പം ഇത്തരത്തിലുള്ള ക്വാഡ്സ് യൂസ് ചെയ്യും. ജസ്റ്റ് ഇൻഡിജർ ഒക്കെ ആണെങ്കിൽ, അതായത് വെറും നമ്പേഴ്സ് മാത്രമാണെങ്കിൽ ഇങ്ങനെ ക്വാഡ്സ് യൂസ് ചെയ്യേണ്ടതില്ല. ഇത്ര സമയം ചെയ്തതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു SQL സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, നമുക്കിവിടെ എക്സിക്യൂട്ട് ഓൾ കൊടുക്കാം. ഇപ്പോൾ എന്താ, പ്ലെയർ ഐ ഡി, പ്ലെയർ നെയിം, ടോട്ടൽ റൺസ്, കൺട്രി ഐ ഡി, മുഴുവൻ ഡാറ്റാസും 9 റോകളും നമുക്കിവിടെ കാണാൻ പറ്റി. ഇപ്പം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇവിടെ വന്നതെന്നുള്ളത്. സെലക്ട് എന്ന് കൊടുത്തു, ഈ ഒരു സ്റ്റാർ കൊടുത്തു, ഫ്രം പ്ലെയർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പ്ലെയർ എന്ന് പറഞ്ഞ ഈ ഒരു ടേബിളാണ് നമുക്ക് വേണ്ടത്. സെലക്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായുള്ള ഫീൽഡുകളായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, കൊമേറ്റ് കൊടുത്തത്. എന്നാൽ നമുക്ക് ഈ ടേബിളിലുള്ള എല്ലാ ഫീൽഡുകളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർ കൊടുത്താൽ മതി. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ടേബിളിലുള്ള എല്ലാ ഫീൽഡുകളും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്ലെയർ എന്ന് കൊടുത്തപ്പോൾ ഒന്നാമത്തെ ഫീൽഡും രണ്ടാമത്തെ ഫീൽഡും മൂന്നാമത്തെ ഫീൽഡും നാലാമത്തെ ഫീൽഡും അതിലുള്ള എല്ലാ ഫീൽഡിലെയും എല്ലാ ഡാറ്റകളും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. ക്ലിയർ അല്ലേ? ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഇത് തിയറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ തിയറിയിൽ ചോദിക്കും ഇത് തന്നിട്ട് ഇത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം പ്ലെയർ. ഓക്കെ, സ്റ്റാർ കൊടുത്തതുകൊണ്ട് എല്ലാ ഫീൽഡുകളും കിട്ടി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിലുള്ള മുഴുവൻ ഡാറ്റാസ് നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ പുതിയൊരു SQL സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എക്സിക്യൂട്ട് ഓൾ ഉണ്ട്, എക്സിക്യൂട്ട് ഓൾ ക്ലിക്ക് ചെയ്യുന്നു. എക്സിക്യൂട്ട് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഫീൽഡും 3 റോകളുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ ചെയ്തിട്ടുള്ള സെയിം സാധനം തന്നെ. ഫ്രം പ്ലെയർ മീൻസ് ആ ഒരു പ്ലെയർ എന്ന ടേബിൾ നമുക്ക് ചൂസ് ചെയ്യണം. ഫ്രം പ്ലെയർ എന്ന് കൊടുത്തത് ആ ഒരു ടേബിൾ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ സെലക്ട് കീവേഡ് ആണ്. അതിനുശേഷം നമ്മൾ പ്ലെയർ ഐ ഡി, പ്ലെയർ നെയിം സെലക്ട് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ആവശ്യമായുള്ള ഫീൽഡുകൾ കൊടുക്കുക. സോ പ്ലെയർ ഐ ഡി നമ്മൾ ചൂസ് ചെയ്യുന്നു, പ്ലെയർ നെയിമും നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് രണ്ടും ആ രണ്ട് ഫീൽഡുകളിലെ ഡാറ്റാസാണ് നമുക്ക് വേണ്ടത്. വേറെ കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഏത് രീതിയിലാണ് നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത്. കൺട്രി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് C103 വേണം, C105 വേണം. ഇങ്ങനെ ഇന്ന് ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട, ഇത്രയേ ഉള്ളൂ. C103 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ വരുന്ന ആൾക്കാരുടെ പ്ലെയർ ഐ ഡി, പ്ലെയർ നെയിമും വേണം. ഓക്കെ, ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ C105 വേണം. അതായത് ഈ 3 എണ്ണം ഉണ്ട്. അതിവിടെയുള്ള നേരെയുള്ള പ്ലെയർ ഐ ഡിയും നമുക്ക് കിട്ടും, പ്ലെയർ നെയിമും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ 3 പ്ലെയർ ഐ ഡിയും പ്ലെയർ നെയിമും നമുക്ക് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യത്തിനുള്ള ആൻസർ SQL ക്വറി ആയിട്ട് നമുക്ക് തന്നെ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. പ്ലെയർ എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് ഇതുവരെ ചെയ്തതുപോലെ തന്നെ 400 റൺസിനേക്കാൾ കുറവ് നേടിയ ആൾക്കാരുടെ പേര് നമുക്ക് കിട്ടണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ക്വറിയാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. 400-നേക്കാൾ കുറവ് റൺസ് നേടിയ ആൾക്കാരുടെ പേര് കിട്ടണം. ഒന്ന് ചെയ്ത് നോക്കാം. നേരെ നമ്മൾ ഇങ്ങനെ SQLite വരുന്നു. ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കറിയാം ഫസ്റ്റ് സെലക്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ കൊടുക്കും. ആവശ്യമായുള്ള ഡാറ്റാസ് നമുക്ക് ഇങ്ങനെ റിട്രീവ് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ട് കൊടുക്കണം. എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ഫീൽഡിലെ ഡാറ്റയാണോ വേണ്ടത് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത് പ്ലെയേഴ്സ് നെയിമാണ്, ആൾക്കാരുടെ പേരാണ് വേണ്ടത്. സോ പ്ലെയേഴ്സ് നെയിം കൊടുക്കുന്നു. എന്നിട്ടൊരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് വേണ്ട ടേബിൾ നെയിം കൊടുക്കുമ്പോൾ ഫ്രം കൊടുക്കണം. ഫ്രമിന് ശേഷമാണ് നമ്മൾ ടേബിൾ നെയിം കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലെയർ നെയിമാണ്. പ്ലെയർ എന്ന് പറയുന്ന ടേബിളിലുള്ളതാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 400-നേക്കാൾ കുറവിൽ. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ വേറെ കൊടുത്തു. വേറിന് ശേഷം നമ്മളെ കണ്ടീഷൻ എന്താ? 400-നേക്കാൾ കുറവിൽ റൺസ് നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റൺസ് നമ്മൾ ടോട്ടൽ റൺസ് എന്ന് പറയുന്ന ഫീൽഡിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ റൺസ് ലെസ് ദാൻ, ഇതിനെയാണ് ലെസ് ദാൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഗ്രേറ്റർ ദാൻ. ഇവിടെ ഗ്രേറ്റർ ദാൻ വേണ്ട, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ കുറവ്. ടോട്ടൽ റൺസ് 400-നേക്കാൾ കുറവ്. ക്ലിയർ അല്ലേ? 400-നേക്കാൾ കുറവ്. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സിക്യൂട്ട് ഓൾ കൊടുക്കുന്നു. അപ്പോൾ കണ്ടില്ലേ 5 ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഇല്ല എങ്കിൽ ഒന്നുകൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള SQL സ്റ്റേറ്റ്മെന്റ്. സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വേർ ടോട്ടൽ റൺസ്.
400. അപ്പോൾ എന്താ, പ്ലെയർ എന്ന് പറയുന്ന ടേബിൾ ചൂസ് ചെയ്യണം. അതിൽ പ്ലെയർ നെയിം എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലുള്ള ഡാറ്റാസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ കൊടുത്തുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റൺസ് 400-നേക്കാൾ കുറവുള്ള സനത് ജയസൂര്യ. അങ്ങനെ അടുത്തയാളെ കിട്ടി, അടുത്തയാളെ കിട്ടി, അടുത്തയാളെ കിട്ടി, അടുത്തയാളെ കിട്ടി. ഈ 5 ആൾക്കാരുടെ പേര് നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആണോ? നമുക്ക് ആ ഒരു ടേബിൾ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ടേബിളിൽ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ 2 എണ്ണം കൂടി നോക്കിയിട്ടുണ്ട് അല്ലേ, ആ ഒരു സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഈ ഒരു ടേബിളിലും കൊടുത്തിരിക്കുന്നത്. ഈ SQL സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് ഒരു കുഞ്ഞ് ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ കംപ്ലീറ്റ്ലി നമുക്ക് സെറ്റായി കഴിഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ, സനത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഏത് കൺട്രിയിലാണ് എന്ന് എനിക്ക് മനസ്സിലാവണം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പ്ലെയർ എന്ന് പറയുന്ന ടേബിളിലേക്ക് പോകും. പ്ലെയർ എന്ന ടേബിളിൽ നമുക്ക് കിട്ടി സനത് ജയസൂര്യ. സനത് ജയസൂര്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിൻ്റെ കൺട്രി നോക്കുമ്പം കൺട്രി കാണുന്നില്ല, ആ ഒരു ടേബിളിൽ കൺട്രി ഇല്ല. പക്ഷേ കൺട്രി ID ഉണ്ട്. കൺട്രി ID ഉണ്ട്, വേറെ ഒരു ടേബിളും ഉണ്ട്, കൺട്രി ടേബിൾ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ ഒരു ടേബിളിൽ നിന്ന് പ്ലെയറിൻ്റെ പേര് കിട്ടും, നേരെ നോക്കിയാൽ കൺട്രി ID കിട്ടും. ഈ കൺട്രി ID നമ്മൾ ഓർത്ത് വെച്ചിട്ട് നേരെ അടുത്ത ടേബിളിലേക്ക് പോകും, കൺട്രി ടേബിൾ. ഈ കൺട്രി ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ID എവിടെയാണുള്ളതെന്ന് നോക്കും. കണ്ടില്ലേ, ഇവിടെയുണ്ട്. അതിൻ്റെ നേരെ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ആളുടെ കൺട്രി കിട്ടും. സോ ഇങ്ങനെ നമുക്ക് 2 ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടി സനത് ജയസൂര്യ ശ്രീലങ്കക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 ടേബിൾ യൂസ് ചെയ്തപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളുമായിട്ടുള്ള ഒരു ബന്ധം, റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് കൺട്രി ID എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ്. ഈ ഫീൽഡിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് വിളിക്കുന്നത്. ഫോറിൻ കീ, അതായത് ഇവിടെ 2 ടേബിൾ ഉണ്ട്. അപ്പോൾ ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൺട്രി ID എന്ന് പറയുന്ന ഫീൽഡാണ്. ആ ഒരു ഫീൽഡാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഈ ഒരു ഫോറിൻ കീ ആയിട്ടുള്ള ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് 2ാമത്തെ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. സനത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യക്കാരനാണെന്ന് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. എന്നാൽ അതൊരു SQL സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ടേബിളാണ് വേണ്ടതെന്ന് നമുക്കറിയാം. 2 ടേബിൾ വെച്ചിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് ഒരു ടേബിളിൻ്റെ കാര്യം എടുക്കാം, പ്ലെയർ എന്ന ടേബിളിൻ്റെ കാര്യം എടുക്കാം. പ്ലെയർ എന്ന ടേബിളിൽ നിന്ന് സനത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും അതേപോലെ അദ്ദേഹത്തിൻ്റെ കൺട്രി IDയും നമുക്ക് കിട്ടുന്ന SQL സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഇദ്ദേഹത്തിൻ്റെ കൺട്രി ID കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ കൺട്രി ID കിട്ടും. സെലക്ട് കൺട്രി ID, നമുക്ക് കൺട്രി ID ആണ് വേണ്ടത്. പ്ലെയർ എന്ന ടേബിളാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലെയർ നെയിം ഈക്വൽ ടു സനത് ജയസൂര്യ. അപ്പോൾ സനത് ജയസൂര്യ എന്ന് പറയുന്ന പ്ലെയർ നെയിമുള്ള ആളുടെ കൺട്രി ID നമുക്ക് ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ കിട്ടും. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? കൺട്രി ടേബിളിലേക്ക് പോകണം. കൺട്രി ടേബിളിൽ നിന്ന് ഈ ഒരു ID ഉള്ള കൺട്രി നെയിം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെലക്ട് കൺട്രി നെയിം ഫ്രം കൺട്രി. കൺട്രി എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സെലക്ട് കൺട്രി നെയിം. കൺട്രി നെയിമാണ് നമുക്ക് വേണ്ടത്. ആ കൺട്രി നെയിം കണ്ടീഷൻ എന്താ? കൺട്രി ID ഈക്വൽ ടു C101. C101 കൺട്രി ID C10 ആയിട്ടുള്ള കൺട്രി നെയിം നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 2 SQL സ്റ്റേറ്റ്മെന്റുകളെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യം ഇവിടെ നടക്കില്ലേ? ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഇത്രയേ ഉള്ളൂ. സെലക്ട് കൺട്രി നെയിം. നമുക്ക് വേണ്ടത് ചോദ്യത്തിൽ എന്താ പറയുന്നത്? സനത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഏത് കൺട്രിയിലുള്ള ആളാണ്? സോ നമുക്ക് വേണ്ടത് കൺട്രി നെയിമാണ്. കൺട്രി നെയിം ഫ്രം കൺട്രി. കൺട്രി നെയിം നമുക്ക് വേണം. കൺട്രി എന്ന് പറയുന്ന ടേബിളിൽ ആണ് അതുള്ളത്. വേറെ കൺട്രി ID, ആ ഒരു കൺട്രി നെയിം എവിടെ നിന്നാണ്? നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു. കൺട്രി ID ഈക്വൽ ടു, നേരത്തെ നമ്മൾ കൺട്രി ID ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കൺട്രി ID കൊടുത്തു. എന്നാൽ ഡയറക്റ്റ് കൺട്രി ID കൊടുക്കാതെ ഈ കൺട്രി ID കൊടുത്ത സ്ഥലത്ത് ആ കൺട്രി ID കിട്ടാനുള്ള ആ ഒരു കാര്യമാണ് കൊടുക്കുന്നത്. സനത് ജയസൂര്യയുടെ ആ ഒരു കൺട്രി ID കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് അതേപോലെ ഇവിടെ കൊടുക്കുന്നു. ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ അകത്താക്കി കൊടുത്തു എന്ന് മാത്രം. ആ കൺട്രി ID കിട്ടാൻ സെലക്ട് കൺട്രി ID ഫ്രം പ്ലെയർ, വേറെ പ്ലെയർ നെയിം ഈസ് ഈക്വൽ ടു സനത് ജയസൂര്യ എന്ന് കൊടുത്താൽ പോരെ. ഈ ലൈൻ അതേപോലെ കൊടുത്താൽ നമുക്കിവിടെ കൺട്രി ID കിട്ടില്ലേ? കൺട്രി ID കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു SQL ക്വറി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താവും? നമുക്ക് ആ കറക്റ്റ് ശ്രീലങ്ക എന്ന പേര് കിട്ടും. ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ആ ഒരു SQL സ്റ്റേറ്റ്മെന്റ് അതേപോലെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എക്സിക്യൂട്ട് ഓൾ ഉണ്ട്, അത് കൊടുക്കുന്നു. നോക്കിയേ, കൺട്രി നെയിം ശ്രീലങ്ക. സനത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ശ്രീലങ്കക്കാരനാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളെ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഇതുപോലെ ലാൻസ് ക്ലോസ്നർ എന്ന കളിക്കാരൻ ഏത് രാജ്യക്കാരനാണെന്ന വിവരം ലഭിക്കുന്നതിനുള്ള SQL സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രവർത്തിപ്പിച്ച് നോക്കൂ. ഇൻ ദ സെയിം വേ ട്രൈ റൈറ്റിംഗ് ആൻഡ് റണ്ണിങ് ആൻ SQL സ്റ്റേറ്റ്മെന്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് കൺട്രി ദ പ്ലെയർ ലാൻസ് ക്ലോസ്നർ ബിലോങ്സ് ടു. ഇദ്ദേഹത്തിന്റെ കൺട്രി കണ്ടുപിടിക്കാൻ ആവശ്യമായുള്ള SQL സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും, പ്രാക്ടിക്കലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.